നമസ്കാരം, ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. നമ്മൾ ഇന്ന് രാഹുകേതു മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ജനറലായിട്ട് രാഹുകേതു 18-ാം തീയതി, മെയ് 18-ാം തീയതി മാറുകയാണ്. ശനി മാറിക്കഴിഞ്ഞു. അതിൻ്റെ തൊട്ടുപുറകെ വ്യാഴം മാറി 14-ാം തീയതി. ഇന്നിപ്പോൾ 18-ാം തീയതിയോടുകൂടി, നമ്മുടെ മെയ് 18ഓടുകൂടി രാഹുകേതു മാറുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് വരുന്ന 1-1.5 വർഷത്തെ നമ്മളെ പ്രധാനപ്പെട്ട ജീവിത നിലവാരം എങ്ങനെ ഇരിക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ തുലാക്കൂർ എന്ന് പറയുമ്പം പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാവർക്കും ഇത് സ്ഥിരമായി കേൾക്കുന്നതുകൊണ്ട് ഏതൊക്കെ നക്ഷത്രം വരുമെന്ന് അറിയാം. അതായത് ചിത്തിരയുടെ ബാക്കി വരുന്ന 2 പാദം, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ. ഇത് എടുത്തു പറയാൻ കാരണം വിശാഖത്തിൻ്റെ അവസാന പാദം വരുന്നത് വൃശ്ചികക്കൂറിലാണ്. നമ്മൾ പൊതുവേ പലരും വൃശ്ചികക്കൂറുകാർ ഞങ്ങൾക്ക് കഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് വൃശ്ചികക്കൂറിൽ വരുന്ന തുലാം, ഈ വിശാഖ നക്ഷത്രക്കാരെ നമ്മളിതിൽ പരിഗണിക്കേണ്ടതില്ല. വിശാഖത്തിൻ്റെ 1, 2, 3 പാദം മാത്രമാണ് തുലാക്കൂറിൽ വരുന്നത്. അപ്പോൾ തുലാക്കൂറിന് 5ലേക്കാണ് സർപ്പൻ മാറുന്നത്, 11ലേക്ക് കേതുവും മാറുന്നു. അപ്പോൾ 3, 6, 11 സ്ഥാനങ്ങൾ രാഹുകേതുക്കൾക്ക് വലിയ ദോഷമല്ല. അതുകൊണ്ട് വലിയ ദോഷം ഉണ്ടാകത്തില്ല, കാഠിന്യമില്ല. എന്നാൽ 5ലേക്ക് സർപ്പൻ മാറുന്നതുകൊണ്ട് ചെറിയ അനിഷ്ടം ഉണ്ടെന്നും പറയണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 എന്ന് പറയുന്നത് നമ്മൾ പ്രജ്ഞ, മേധ, വിവേകം, അതുപോലെ തന്നെ നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ സന്താനഭാവം, ഇതൊക്കെയാണ്. അപ്പോൾ സന്താന വിഷയത്തിൽ ചിന്തിച്ചിരുന്ന ആൾക്കാർക്കൊക്കെ, പുതിയ സന്താനം ജനിക്കാനിരിക്കുന്നവർക്കൊക്കെ കുറച്ച് തടസ്സങ്ങളോ കാലതാമസമോ വരാം. അതുപോലെ സന്താനങ്ങളെ കൊണ്ട് ഉള്ളവർക്ക് അതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. നമ്മുടെ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പുതിയ പദ്ധതികൾക്കൊന്നും വളരെ പെട്ടെന്ന് നമ്മൾ ധനം മുടക്കി കളയരുത്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സമയമാണ്. പക്ഷേ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം ഉള്ളതുകൊണ്ട് ധനപരമായിട്ട് പൊതുവിൽ നമുക്ക് വലിയ അനിഷ്ടം വരില്ല. ധനാഗമനം പല വഴികളിലൂടെ വരാം. ഒപ്പം തന്നെ ശനി നമുക്ക് നിൽക്കുന്നത് 6-ലായതുകൊണ്ട് വലിയ ദോഷവും ചെയ്യത്തില്ല. അപ്പോൾ ശനി ദോഷമില്ല, വ്യാഴദോഷമില്ല. രാഹുകേതു മാറുമ്പോഴും അതിനകത്ത് കേതുവിന് കൊണ്ട് ദോഷമില്ല, സർപ്പനെ കൊണ്ട് ചെറിയ അനിഷ്ടങ്ങളേ ഉള്ളൂ. നമ്മളെ തീരുമാന വൈകല്യം മാത്രമേ ഉള്ളൂ. വേറെ വലിയ, മൊത്തത്തിൽ പറഞ്ഞാൽ തുലാക്കൂറുകാർക്ക് പൊതുവിൽ സമയം വളരെ നല്ലതാണെന്ന് തന്നെ പറയണം. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ കഴിയും. അതുപോലെ തന്നെ നിലവിൽ നിന്ന ധനപരമായ കഷ്ടതകളൊക്കെ മാറി, കടം മാറി, ധനം കയ്യിൽ വന്നു തുടങ്ങും. പിന്നെ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നിലവിൽ നമ്മൾ നിക്ഷേപങ്ങൾ, അതായത് നേരത്തെ പല സ്ഥലത്തും നിക്ഷേപിച്ചിരുന്ന ധനങ്ങൾ മെച്ചുറായി തിരിച്ച് കയ്യിൽ വരാവുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് എവിടെയെങ്കിലും ഫ്രൂട്ട്ഫുള്ളായിട്ട് അസറ്റായിട്ടോ അങ്ങനെ മാറ്റണം. കാരണം എപ്പോഴും ഈ തുലാക്കൂറിന് വേറൊരു കുഴപ്പമുണ്ട്. ഈ തുലാക്കൂറിൽ വരുന്നവരെ സംബന്ധിച്ച് കാശ് കയ്യിൽ വന്നാൽ അതുപോലെ തന്നെ മറ്റ് പലവിധ ചിലവുകളും കയ്യിൽ വരും. പിന്നെ ദൂർത്തെന്ന് പറയാൻ പറ്റില്ല. നല്ല നല്ല സാധനങ്ങളും ആഹാരമൊക്കെ കണ്ടാൽ നമ്മൾ വാങ്ങിപ്പോവും. അതുപോലെ നമുക്ക് പുതിയ പുതിയ ആഭരണങ്ങളോ അല്ലെങ്കിൽ വളരെ ആഡംബര വസ്തുക്കളോടൊക്കെ കുറച്ച് ഭ്രമം കാണും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ധനം അനാവശ്യമായി ഒരുപാട് ചിലവഴിച്ച് കളയരുത്. നമ്മൾ റിസർവ് ചെയ്യാൻ സൂക്ഷിക്കണം. ജോലിയിൽ അനുകൂലമായ മാറ്റങ്ങൾ വരും. അതായത് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പ്രമോഷനോ മാറ്റമോ, അല്ലെങ്കിൽ നമ്മൾ കുറേ കാലമായി ഇരിക്കുന്ന ആ പോസ്റ്റിൽ നിന്ന് കുറച്ചുകൂടെ നല്ല സ്വസ്ഥമായ പോസ്റ്റിലേക്ക് മാറ്റമൊക്കെ കിട്ടാം. അതുപോലെ സസ്പെൻഷനിൽ നിന്ന ഉദ്യോഗസ്ഥർക്കൊക്കെ വീണ്ടും റീജോയിൻ ചെയ്യാനുള്ള അവസരം വരും. പുതിയ തൊഴിൽ തിരക്കുന്നവർക്ക് പുതിയ ജോലികൾ കിട്ടാനും, അല്ലെങ്കിൽ നിലവിലുള്ള ജോലി മാറി പുതിയ ജോലിയിൽ വരാനും, പിന്നെ ബിസിനസ് ചെയ്തിരുന്നവർക്ക് പുതിയ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ തേടി വരികയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ പുതിയ പാർട്ട്നേഴ്സിനെയൊക്കെ കിട്ടാം ബിസിനസ് നോക്കുന്നവർക്ക്. പിന്നെ ഈ നിലവിൽ നമ്മുടെ ബിസിനസ്സിലായിരുന്നാലും ജോലിയിലായിരുന്നാലും നമ്മളെ പ്രവർത്തന മേഖലയിൽ, രാഷ്ട്രീയ മേഖലയിലായിരുന്നാലും കലാരംഗത്തായിരുന്നാലും നമ്മളെ ചതികൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതായത് ഇതുവരെ നമ്മൾ ആരെങ്കിലുമൊക്കെ പറ്റിക്കുകയോ വഞ്ചിക്കുകയൊക്കെ ചെയ്തിരുന്നു, അല്ലെങ്കിൽ നമ്മളോട് ആത്മാർത്ഥത അഭിനയിച്ച് നിന്നിരുന്നവരെ തിരിച്ചറിയാനും അവരെ അകറ്റി നിർത്താനുള്ള ഒരു അവസരം വരുമെന്നർത്ഥം. അതുപോലെ തന്നെ പരീക്ഷകളിൽ വിജയിക്കുകയും, അതുപോലെ തന്നെ പുതിയ അവസരങ്ങൾ, അതായത് വിദേശത്ത് പഠിക്കാനോ അല്ലെങ്കിൽ അന്യദേശത്ത് പോയി പഠിക്കാനോ ഒക്കെ ഉള്ള അവസരം വരും. പക്ഷേ പഠനത്തിൽ കഠിന പരിശ്രമം വേണ്ടി വരും.
പരീക്ഷകൾക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നവരും വളരെ കഠിന പ്രയത്നം ചെയ്ത് തന്നെ അതിനകത്ത് വിജയം നേടേണ്ടി വരും. യാത്രകൾ നമുക്ക് ചില ഗുണങ്ങളുണ്ടാക്കി തരും. അതായത് ചില സാമ്പത്തിക നേട്ടമോ പദവികൾക്കോ ജോലിക്കൊക്കെ വേണ്ടി യാത്രകൾ വേണ്ടി വന്നേക്കും. പ്രണയത്തിൽ അകന്നിരുന്നവരോ അല്ലെങ്കിൽ ചില ഭാര്യ ഭർത്താക്കന്മാർ സൗന്ദര്യ പണക്കത്തിരുന്നവരോ കുറച്ച് അകന്നിരുന്ന ഇഷ്ടപ്പെട്ടവർ തമ്മിൽ അടുക്കാൻ, ആത്മാർത്ഥ സുഹൃത്തുക്കൾ പിണങ്ങിയിരുന്നെങ്കിൽ തെറ്റിദ്ധാരണയൊക്കെ മാറി അടുക്കും. അപ്പോൾ അതിനൊക്കെ നല്ല സമയമാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് പല നല്ല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന അനുകൂല കാലാവസ്ഥയാണിപ്പോൾ. ഇത് പ്രയോജനപ്പെടുത്തണം. ഈ ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ജീവിതം വിജയിപ്പിക്കാൻ നോക്കണം. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് പഠിക്കുന്നവരെ സംബന്ധിച്ച് ചെറിയ അലസതയോ തടസ്സമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതാത് സമയത്ത് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം. വിദേശത്ത് ആദ്യം നമുക്ക് നിലവിലുള്ള ജോലി മാറാൻ ശ്രമിക്കരുത്. ആദ്യം ആ ജോലിയിൽ തടസ്സങ്ങൾ വരും. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അതിന് അനുകൂല സമയം വരുമ്പോൾ ജോലി മാറിയാൽ മതി. വിവാഹത്തിലും ആദ്യകാലത്ത് തടസ്സം വരും, പിന്നീട് അത് മാറും. ചില വാഗ്ദാനങ്ങൾ നമുക്ക് ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുമെന്ന് വിചാരിക്കരുത്. അതിലൊക്കെ തടസ്സങ്ങൾ വരാം. നമ്മളും അതെ, ആർക്കും നമ്മളെ കൊണ്ട് കഴിയാത്ത വാഗ്ദാനങ്ങൾ ഈ സമയത്ത് കൊടുക്കരുത്, നമുക്ക് പാലിക്കാൻ പറ്റാതെ വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാളിനോട് പറയുകയാണ്, വേണ്ട കഷ്ടത മാറ്റാൻ എനിക്ക് ഇന്ന വഴിക്ക് കുറച്ച് കാശ് വരും, ഞാൻ സഹായിക്കാമെന്ന് പറയും. നമുക്ക് സമയത്ത് വരെയില്ല. അത് അവരെ സഹായിക്കാത്തപ്പോൾ അവരും നമ്മളോട് നിരാശ കൊണ്ട് അതിനകത്തൊരു മാനസിക ക്ലേശം വരരുത്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയാത്ത വാഗ്ദാനങ്ങൾ ആർക്കും കൊടുക്കരുത്. സന്താനങ്ങൾക്ക് സമയം അത്ര നന്നല്ല. അതായത് ചെറിയ ചെറിയ ശാരീരിക ക്ലേശങ്ങളോ അവരുടെ പോകുന്ന വഴികളിൽ കൂട്ടുകെട്ടുകളിലൊക്കെ ചെറിയ അനിഷ്ടങ്ങൾ വരാം. നമ്മൾ ശ്രദ്ധിച്ച് അതിനകത്ത് സമയത്തിനനുസരിച്ച് അവരെ ഒന്ന് വാച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. പിന്നെ അപകടങ്ങളോ വരാവുന്ന ചില സാഹചര്യങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും. നമ്മൾ അതുകൊണ്ട് ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. അപകടം ഉണ്ടാകാവുന്ന സാഹചര്യങ്ങളിൽ, അതായത് വാഹനം ഓടിക്കുമ്പോഴായാലും ഉയരങ്ങളിലോ അല്ലെന്നുണ്ടെങ്കിൽ ഫാക്ടറി ജോലി, അപകടം വരാവുന്ന രീതിയിലുള്ള ജോലികൾ ഏർപ്പെടുന്നവർ കുറച്ച് ക്ഷമയോടെ സ്വസ്ഥതയോടെ മാത്രമേ കൈകാര്യം ചെയ്യാവൂ. അപ്പോൾ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, നമ്മുടെ സമയം അത്ര നന്നല്ല, സാഹസിക കാര്യങ്ങൾക്കൊന്നും മുതിരരുത്. കുറച്ച് ക്ഷമയും സ്വസ്ഥതയോടുകൂടിയ ഏത് കാര്യങ്ങളും ചെയ്യാവൂ. അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ ഈ രാഹുകേതു മാറ്റത്തിൽ ഏറ്റവും നല്ല സമയം വരുന്ന ഒരു കൂറുകാരാണ് തുലാക്കൂറുകാർ. അതുകൊണ്ട് തന്നെ നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതേ വരൂ. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട്. നിലവിൽ കൺസൾട്ടിങ്ങിന് എനിക്ക് ഏകദേശം ഒരാഴ്ചയോളം ഫുൾ അപ്പോയിൻമെൻറ്റ് ഫുള്ളാണ്. എങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് വരുന്ന ജാതക പരിശോധനയോ എന്തെങ്കിലും ആവശ്യം വന്നാൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടേക്കൂ. ഈ നമ്പർ വാട്സാപ്പ് നമ്പറാണ്. പിന്നീട് ഞാൻ സ്വസ്ഥമായിട്ട് സമയം പോലെ നിങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തന്നോളാം. എല്ലാവർക്കും നല്ലതേ വരുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലതാണ്. ഹരേ കൃഷ്ണ. രാഹുകേതുക്കൾ സാധാരണ മാറിയാൽ 18 മാസം പിന്നെ അതിൻ്റെ ഫലം നിൽക്കും. അതായത് 1.5 വർഷത്തെ മാറ്റമാണ് രാഹുകേതുക്കൾക്കുള്ളത്. രാഹുകേതുക്കളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ടുപേരും രാഹു കേതു തമോ ഗ്രഹങ്ങളെന്ന് പറയും. അതായത് അവർ പുറകോട്ടാണ് സഞ്ചരിക്കുന്നത്, മുന്നോട്ടല്ല. സൂര്യനെയും ചന്ദ്രനെയും പോലും ഗ്രഹണം ചെയ്ത് ബാധിക്കാൻ പറ്റുന്ന, അവരെ പൊതിയാൻ പറ്റുന്നൊരു ഗ്രഹങ്ങളാണ് രാഹുകേതുക്കൾ. അതായത് നമുക്ക് അറിയാം, നമ്മുടെയൊക്കെ ജാതകത്തിൽ പൂർവ്വജന്മ ദോഷമായിട്ട് വരുന്നതിൽ പ്രധാനപ്പെട്ടൊരു ദോഷമാണ് കാളസർപ്പയോഗം. അത് ഇതുപോലെ ഗ്രഹണമാണ്. അതുപോലെ പിന്നെ ഒരു ജാതകത്തിൽ, അത് ജാതകാലായാലും ചാരവശാലായാലും വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദോഷങ്ങളെന്ന് പറയുന്നത് ശനി ദോഷമല്ല, അതിനേക്കാൾ കാഠിന്യമാണ് രാഹുകേതു ദോഷം, പിന്നെ ഗുളിക ദോഷം. അപ്പോൾ സാധാരണ ഒരു ജാതകം നമ്മൾ പരിശോധിക്കുമ്പോൾ പോലും അതിൽ നമ്മൾ പൂർവ്വജന്മദോഷം അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള കുടുംബപരമായ ദോഷം ചിന്തിക്കുമ്പോൾ നമ്മൾ അനുഭവങ്ങളത്തെ കുറയ്ക്കുന്ന ഏറ്റവും പ്രധാന 3 ദോഷങ്ങളെന്ന് പറയുന്നത്, ഒന്ന് രാഹുകേതു ദോഷം, ഗുളിക ദോഷം, പിന്നെ വ്യാഴ പിഴവ്. ഇതിൽ നമ്മൾ ഇന്നിപ്പോൾ രാഹുകേതു മാറ്റത്തെക്കുറിച്ച് ചാരവശാലുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ രാഹു നിൽക്കുന്നത് നമുക്കെല്ലാം അറിയാം, ശനിയോടൊപ്പം മീനത്തിലാണ്. അപ്പോൾ പുറകോട്ടായതുകൊണ്ട് ഇദ്ദേഹം കുംഭത്തിലേക്കാണ് മാറുന്നത്. അതുപോലെ കേതു നിൽക്കുന്നത് എവിടെയാണോ രാഹു നിൽക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും കേതു നിൽക്കുന്നത്. അപ്പോൾ കന്നിയിലാണ് കേതു നിൽക്കുന്നത്. കന്നിയിൽ നിന്ന് നേരെ പുറകിലോട്ടാണ് ഇദ്ദേഹം മാറുന്നത്. അതുകൊണ്ട് ചിങ്ങക്കൂറിലേക്ക് മാറും. അപ്പോൾ രാഹുവും കേതുവും 18-ാം തീയതി മാറിയാൽ
രാഹു കേതുക്കളെ നമ്മൾ ഒരുപാട് ദോഷം മാത്രം ചിന്തിക്കേണ്ട, ഒരുപാട് കാര്യങ്ങൾ ഗുണമാണ്. അതായത് വിവാഹം, പ്രണയം, നമ്മുടെ ദാമ്പത്യം, വിദേശം, അനവധി ഭാഷകളും പഠനവും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് രാഹു കേതുക്കൾ. കേതുവിനെ സംബന്ധിച്ച് കേതുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേതു ഉള്ള കാലത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുറിവ്, ചതവ്, ഒടിവ്, സർജറി, ചെറിയ ചെറിയ വീഴ്ചകൾ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഈ രാഹു കേതുക്കൾ അനിഷ്ടമാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം, നമ്മൾ സാഹസികമായ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, പ്രത്യേകിച്ച് കേതുവിൻ്റെ കാര്യത്തിൽ. രാഹുവിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അലർജി അതുപോലുള്ള കാര്യങ്ങൾ വരാതെ, നാഡീ സംബന്ധമായിട്ട് ന്യൂറോ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ വരാതെ സൂക്ഷിക്കുക. ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി.